Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 5. In Module 5, today we are entering to different type of circuit breakers. Classification of circuit breaker. നമുക്കറിയാം നമുക്ക് ഒരുപാട് മെത്തേഡ്സിൽ ഈ സർക്യൂട്ട് ബ്രേക്കറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് ആർക്ക് എക്സ്റ്റിങ്ഷൻ യൂസ് ചെയ്യുന്ന മീഡിയത്തിനെ അനുസരിച്ചാണ്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയംസ് എന്ന് പറയുന്നത് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, എയർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ സൾഫർ എക്സാഫ്ലൂറൈഡ് SF6 ആസ് എ മീഡിയം അല്ലെങ്കിൽ വാക്വം. ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ട് ബ്രേക്കറിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഇൻസുലേറ്റിംഗ് ഓയിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. തേർഡ് കാറ്റഗറിയാണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ, SF6 സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അവിടെ SF6 ആണ് ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ കാറ്റഗറിയാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. വാക്വം ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാം ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പം ഓക്കെ ഇൻസുലേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ ആയിരിക്കും എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സർക്യൂട്ട് ബ്രേക്കർ കോണ്ടാക്ട്സ് ആർ ഓപ്പൺ അണ്ടർ ദിസ് ഓയിൽ, സോ ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദം. സോ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ആവും. സോ ആർക്ക് കൊണ്ടുണ്ടാവുന്ന ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ് ഓയിലിനെ ഇവോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഡീകമ്പോസ് ഇൻ ടു സബ്സ്റ്റാൻഷ്യൽ വോളിയം ഓഫ് ഗ്യാഷ്യസ് ഹൈഡ്രജൻ അറ്റ് ഹൈ പ്രഷർ, അതായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ഹൈഡ്രജൻ ഗ്യാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഗ്യാസ് വിൽ ഓക്യുപ്പൈസ് എ വോളിയം. എത്രത്തോളം വോളിയം? അബൌട്ട് 1000 ടൈംസ് ഓഫ് ദ ഓയിൽ ഡീകമ്പോസ്ഡ്. അത്രത്തോളം വോളിയം ആയിരിക്കും ആര് ഒക്യുപ്പൈ ചെയ്യുന്നത്? ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. സോ ദ ഓയിൽ ഈസ് ദെയർഫോർ പുഷ്ഡ് എവേ ഫ്രം ദ ആർക്ക്. സോ എന്ത് സംഭവിക്കും? ആ ഒരു പ്രഷറിൽ എന്ത് സംഭവിക്കും? ഓയില് പുഷ് എവേ ഫ്രം ദ ആർക്ക്. എന്നിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു എക്സ്പാൻഡിങ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാവും. സോ ബബിൾസ് സറൗണ്ട്സ് ദ ആർക്ക് റീജിയൻ ആൻഡ് അഡ്ജസന്റ് പോർഷൻസ് ഓഫ് ദ കോണ്ടാക്ട്സ്. സോ ദ ആർക്ക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, പ്രധാനമായിട്ടും 2 പ്രോസസ്സ് വഴിയാണ് അവിടെ ആർക്ക് എക്സ്റ്റൻഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ദ ഹൈഡ്രജൻ ഗ്യാസ് ഓഫ് ഹൈ ഹീറ്റ് conductivity and cools the arc, so the aiding the deionization of the medium between the contacts. Second step എന്ന് പറയുന്നത് gas sets up the turbulence in the oil and forces into the space between contacts. So we can say that the eliminating the arcing products from the arc path. The result is the heat arc is extinguished and the circuit current is interrupted. Okay, ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ആ ജംഗ്ഷനിൽ ആ കോണ്ടാക്ട് സെപ്പറേറ്റ് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതാണ് പാർട്ടിങ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബബിൾ ഓഫ് ഓയിൽ വേപ്പർ ആണിത്. ഇത് ഓയിൽ ഭാഗമാണ്, ഇവിടെയാണ് ആർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓയിൽ ആസ് എൻ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം? ഓക്കെ, അങ്ങനെ സംഭവിച്ചാൽ അല്ല ഓയിൽ നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ അബ്സോർബ് ദ ആർക്ക് എനർജി ടു ഡീകമ്പോസ് ദ ഓയിൽ ഇൻ ടു ഗ്യാസസ്, so which have excellent cooling properties. Okay, also it acts as an insulator. അതൊരു ഇൻസുലേറ്റർ ആയിട്ടും ആക്ട് ചെയ്യും. ഓൾസോ ഇറ്റ് പെർമിറ്റ്സ് സ്മോളർ ക്ലിയറൻസ് ബിറ്റ്വീൻ ലൈവ് കണ്ടക്ടേഴ്സ് ആൻഡ് എർത്തഡ് കമ്പോണൻസ്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. തേർഡ് വൺ, സറൗണ്ടിങ് ഓയിൽ. അതിനു ചുറ്റുമുള്ള സറൗണ്ടിങ് ഓയിൽ പ്രിവെന്റ്സ് ദ കൂളിംഗ് സർഫസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ദ ആർക്ക്. ഓക്കെ, ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ആർക്കുള്ളത്? ഓയിൽ ആസ് ആർക്ക് ക്വെഞ്ചിങ് മീഡിയത്തിന് ഉള്ളത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓയിൽ ആസ് ആൻ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം? അറിയാം, ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ ആൻഡ് ദർ ഇസ് എ റിസ്ക് ഓഫ് ഫയർ. ഓയിലാണ്. ഓൾസോ ഇറ്റ് മേ ഫോം ആൻ എക്സ്പ്ലോസീവ് മിക്സ്ചർ ഓഫ് വിത്ത് എയർ. ഓൾസോ ദ ആർക്കിംഗ് പ്രൊഡക്ട്സ്, കാർബൺ
എക്സാമ്പിൾ ആണ് റിമൈൻ ഇൻ ദ ഓയിൽ ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി ഡിറ്റീരിയോട്സ് വിത്ത് ദ സക്സസീവ് ഓപ്പറേഷൻസ്. ദിസ് നെസസൈറ്റ്സ് ദ പീരിയോഡിക് ചെക്കിംഗ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഓയിൽ. ഓക്കെ, അതായത് ആർക്കിംഗ് പ്രോഡക്റ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ റിമെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലിന് ഡാമേജ് ഉണ്ടാവുകയും അത് പീരിയോഡിക് ചെക്കിംഗ് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഓയിൽ പോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും. ഓക്കെ, ദ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നും സെക്കൻഡ് വൺ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സും. ഓക്കെ, ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ വിച്ച് യൂസസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ. ഓക്കെ, അവിടെ ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു സെർവ് 2 purposes. 2 പ്രധാന പർപ്പസുകൾ അവിടെ ഓയിലിനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്റ്റിംഗ്വിഷ് ദ ആർക്ക് ഡ്യൂറിംഗ് ദ ഓപ്പണിംഗ് ഓഫ് കോണ്ടാക്ട്സ്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഇൻസുലേറ്റ്സ് ദ കറന്റ് കണ്ടക്ടിങ് പാർട്ട് ഫ്രം ദ അനദർ ആൻഡ് ഫ്രം ദ എർത്തഡ് ടാങ്ക്. ഓക്കെ, സച്ച് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പിന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ 2 ക്ലാസിഫിക്കേഷൻ ആണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും പിന്നെ അതുകൂടാതെ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും. അതായത് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ആണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും. ഓക്കെ, അതിൽ ആദ്യത്തേത് നോക്കാം. എന്താണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ? ഓക്കെ, അതെന്ന് വെച്ചാൽ നോ സ്പെഷ്യൽ മീൻസ് ഈസ് അവൈലബിൾ ഫോർ കൺട്രോളിംഗ് ദ ആർക്ക് ആൻഡ് ദ കോണ്ടാക്ട്സ് ആർ ഡയറക്ട്ലി എക്സ്പോസ്ഡ് ടു ദ ഹോൾ ഓഫ് ദ ഓയിൽ ഇൻ ദ ടാങ്ക്. അത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അടുത്തത് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ഡിവൈസസ് എന്നിട്ട് ടു ഗെറ്റ് എ ബെനിഫിഷ്യൽ ആക്ഷൻ ഓഫ് ദ ആർക്ക് ആസ് എ എഫിഷ്യൻ്റ്ലി ആസ് പോസിബിൾ. ഓക്കെ, നമുക്ക് ആദ്യത്തേത് പഠിക്കാം. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഒരു പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ വിച്ച് ഇൻവോൾവ്സ് ദ സിമ്പിൾ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ കോണ്ടാക്ട്സ് അണ്ടർ ദ ഹോൾ ഓഫ് ദ ഓയിൽ ഇൻ ദ ടാങ്ക്. Also, we can say that there is no special system for the arc control other than increase in length caused by the separation of contacts. അവിടെ ഒരു സെപ്പറേറ്റ് ആർക്ക് കൺട്രോൾ മെക്കാനിസം ഒന്നുമില്ല. ഒന്നുണ്ട്, ഇൻക്രീസിങ് ലെങ്ത്, ആർക്കിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും കോസ്ഡ് ബൈ ദ സെപ്പറേഷൻ ഓഫ്. അതൊരു കാര്യമുണ്ട്. ആ ഒരു മെത്തേഡ് നോർമലി നടക്കുന്നതാണ്. അല്ലാതെ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ഡിവൈസുകളൊന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. Okay, so the arc extinction occurs എവിടെ when a certain critical gap between contacts is reached. ഒരു പ്രത്യേക ഗ്യാപ്പ് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ആകും. ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് എത്തുമ്പോൾ ആർക്ക് എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ആൻഡ് മൂവിംഗ് കോണ്ടാക്ട്സ് hole enclosed in a strong weather tight earthed tank that contains oil up to the certain level and air cushion above the oil level. Okay, that air cushion will provide sufficient room to allow for the reception of the arc gases without generation of unsafe pressure in the dome of the circuit breaker. Okay, അതായത് ദാറ്റ് എയർ ക്യൂഷൻ എന്താ ചെയ്യുന്ന, ഇറ്റ് വിൽ പ്രൊവൈഡ് സഫീഷ്യന്റ് റൂം ടു അലോ ഫോർ ദ റിസപ്ഷൻ ഓഫ് ആർക്ക് ഗ്യാസസ്. ഓക്കെ, അൺസേഫ് ആയിട്ടുള്ള ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാതെ ഒരു ആർക്ക് ഗ്യാസസിനെ റിസീവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുകയാണ് ആര് ചെയ്യുന്നത്, ദാറ്റ് എയർ ക്യൂഷൻ ചെയ്യുന്ന സെർവ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം, ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിംഗ് കോണ്ടാക്ട്സും ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. സോ ദ ബ്രേക്കർ ക്യാരീസ് ദ നോർമൽ സർക്യൂട്ട് കറന്റ്. ഫോൾട്ട് ഒക്കർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മൂവിംഗ് കോണ്ടാക്ട്സ് ആർ പുൾ ഡൗൺ ബൈ ദ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം. സോ വി ക്യാൻ സേ ദാറ്റ് an arc is struck which vaporizes the oil mainly into hydrogen gases. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ദ ആർക്ക് എക്സ്റ്റൻഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ദിസ് സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ട് ബ്രേക്ക് എങ്ങനെയാണ് ഈ ആർക്ക് എക്സ്റ്റൻഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്നുള്ളത്. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് an hydrogen bubble is generated around the arc that cools the arc column and aids the deionization of the medium between contacts. ഓക്കെ, അത് ആദ്യം അവിടെ സംഭവിക്കും. പിന്നെന്താ നടക്കുന്നത്, that gas sets up turbulence in the oil and which will helps in eliminating the arcing products from the arc path. ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് പ്രൊഡക്ട്സിനെ എല്ലാം ആർക്ക് പാത്തിൽ നിന്നും മാറ്റാൻ അത് സഹായിക്കും. പിന്നെയുള്ളത് the arc lengthens due to the separating of contacts.
So we can say that dielectric strength of the medium is increased. Also, the result of this action is at the some critical gap length. So we can say that the arc is extinguished and the circuit current is interrupted. So these are the 4 step-by-step process. ഇനി നമുക്ക് what are the disadvantages of plain break oil circuit breaker അതും കൂടെ നോക്കാം. ഇവിടെ there is no special control over the arc other than increase in the length by separating moving contacts. Therefore, for successful interruption, long arc length നമുക്ക് വേണ്ടി വരും. Also, these breakers have long and inconsistent arcing times. Then, these breakers do not permit high speed interruption. Okay. ഈ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഹൈ ബ്രേക്കിംഗ് കപ്പാസിറ്റേഴ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ തന്നെ ഹൈ ബ്രേക്കിംഗ് കപ്പാസിറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് യൂഷ്വൽ പ്രാക്ടീസ് ടു യൂസ് സച്ച് എ ബ്രേക്കേഴ്സ് ഫോർ ലോ കപ്പാസിറ്റി ഇൻസ്റ്റാളേഷൻസ് ഫോർ വോൾട്ടേജ് ഡു നോട്ട് എക്സീഡിങ് 11 kV. അത്ര വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനുണ്ട്. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി ആയിരുന്നു ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ കമ്പയർ ചെയ്യുമ്പം there is a very little artificial control over the arc. ഓക്കെ, അതായത് നമുക്കൊരു തരത്തിൽ ഒരു കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ ആർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. So we can say that it is necessary and desirable that final arc extension should occur while the contact gap is still short. For this purpose, some arc control is incorporated ഇവിടെ, and the breakers are then called arc control circuit breakers. അതായത് ഗ്യാപ്പ് ചെറുതാണെങ്കിലും അവിടെ നമുക്ക് ഇങ്ങനെ ചില ഡിവൈസുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആർക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. അത്തരം ഡിവൈസുകൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, there are 2 types of such breakers. ഇതിനെ പിന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നും ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നും. ഓക്കെ, സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ കേസിൽ ആർക്ക് കൺട്രോൾ ഈസ് പ്രൊവൈഡഡ് ബൈ ഇന്റേണൽ മീൻസ്, ദാറ്റ് ഈസ് ആർക്ക് ഇറ്റ് സെൽഫ് ഈസ് എംപ്ലോയ്സ് ഫോർ ഇറ്റ്സ് ഓൺ എക്സ്റ്റിങ്ഷൻ. ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ കേസിൽ ആർക്ക് കൺട്രോൾ ഈസ് പ്രൊവൈഡഡ് ബൈ മെക്കാനിക്കൽ മീൻസ് ഓർ എക്സ്റ്റേണൽ ടു ദ സർക്യൂട്ട് ബ്രേക്കർ. സോ നമ്മൾ ഇത്ര നേരവും പഠിച്ചത് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും അതിന്റെ 2 ക്ലാസിഫിക്കേഷനും ആയിരുന്നു. ഇനി നമുക്ക് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, നമുക്കറിയാം ഇൻ ബൾക്ക് ഓയിൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ദ ഓയിലിന് 2 പെർഫോമൻസസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ഇൻസുലേറ്റിംഗ് ലൈവ് പാർട്സ് ഫ്രം ദ എർത്ത്. ഈ 2 ഉദ്ദേശമാണ് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ കേസിൽ ഓയിലിനുള്ളത്. ഓക്കെ, ഇവിടെ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഓയിൽ ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ എക്സ്റ്റൻഷൻ. അതിലെ മേജർ പാർട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻസുലേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻസ്. പക്ഷെ അത് എക്സ്പെൻസ് മാത്രമാണോ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ല, ടാങ്കിന്റെ സൈസ് കൂട്ടും, വെയിറ്റ് ഓഫ് ദ ബ്രേക്കർ, ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ഫയർ റിസ്ക് ആൻഡ് മെയിൻ്റെനൻസ് പ്രോബ്ലം. സോ ദിസ് ഇസ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്തായിരിക്കും, എംപ്ലോയ് സോളിഡ് മെറ്റീരിയൽസ് ഫോർ ഇൻസുലേഷൻ പർപ്പസസ് ആൻഡ് യൂസസ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് oil which uses just sufficient for arc extension. So we can say that as regards the quenching of arc, this oil will behave identically in bulk as well as low oil circuit breaker. By using suitable arc control devices, കുറച്ച് arc control devices യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, arc extension can be further facilitated in case of low oil circuit breaker. Okay, നമുക്കിതിന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഓഫ് എ സിംഗിൾ ഫേസ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, പ്രധാനമായിട്ടും 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇവിടെ. ദേ ആർ സെപ്പറേറ്റഡ് വിത്ത് എ ക്യാബിൻ ആൻഡ് ബോത്ത് ആർ ഫിൽഡ് വിത്ത് ഓയിൽ. ഓക്കെ,
അതിനൊരു അപ്പർ ചേംബർ ഉണ്ട്. ദ അപ്പർ ചേംബർ ഈസ് ദ സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. ലോവർ ചേംബർ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ചേംബർ ആണ്. ഓക്കെ, ദീസ് ടു ചേംബേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ partition and oil from one chamber is prevented from mixing with the other chamber. രണ്ടും തമ്മിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ താഴത്തെ ഓയിലില് മേളത്തെ ഓയിലായിട്ട് മിക്സ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് രണ്ട് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസും കൂടെ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ റിക്വയർസ് സ്മോൾ വോളിയം ഓഫ് ഓയിൽ വിച്ച് ഈസ് ജസ്റ്റ് ഇനഫ് ടു ആർക്ക് എക്സ്റ്റൻഷൻ. സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബറിന് കുറച്ച് ഓയിൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടി മാത്രം. So also the amount of oil to be replaced is reduced. Replace ചെയ്യേണ്ട ഓയിലിന്റെ അളവും കുറയും. As the oil is supporting chamber does not get contaminated by arc. അത് സപ്പോർട്ടിംഗ് ചേംബറിലെ ഓയിൽ ഒരിക്കലും കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആർക്കിംഗ് ചേംബറിലെ ഓയിൽ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ റീപ്ലേസ് ചെയ്യേണ്ട ഓയിലിന്റെ അളവ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ചേംബർ ആണ്. ഓക്കെ, സപ്പോർട്ടിംഗ് ചേംബർ താഴെ കാണുന്ന സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് എ പ്രൊസീലിയൻ ചേംബർ. ഓക്കെ, ദാറ്റ് മൗണ്ടഡ് ഓൺ എ മെറ്റൽ ചേംബർ. അത് എന്ത് വെട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഫിൽഡ് വിത്ത് ഓയിൽ വിച്ച് ഈസ് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ദ ഓയിൽ ഇൻ സർക്യൂട്ട് ബ്രേക്കിംഗ് കമ്പാർട്ട്മെന്റ്. So the oil inside the supporting chamber and the annular space formed between the Procylene insulation and bakelized paper is employed for the insulation purpose only. So അത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അടുത്തത് നോക്കുവാണെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ Procylene enclosure mounted on the top of the supporting compartment. It is also filled with oil. അതിന് പ്രധാനമായിട്ടും 3 പാർട്സ് ഉണ്ട്. ഒരു അപ്പർ ആൻഡ് ലോവർ ഫിക്സിംഗ് കോണ്ടാക്ട്സ് ഉണ്ട്. സെക്കൻഡ് വൺ ഒരു മൂവിംഗ് കോണ്ടാക്ട് ഉണ്ട്. തേർഡ് വൺ ഇസ് എ ടർബുലേറ്റർ. ഓക്കെ, എന്തൊക്കെയാണ്? ഒരു അപ്പർ ആൻഡ് ലോവർ ഫിക്സഡ് കോണ്ടാക്ട്സ് കാണാം. എവിടെ? സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബറിന്റെ കാര്യമാണ് പറയുന്നത്. രണ്ടാമതൊരു മൂവിംഗ് കോണ്ടാക്ട് കാണാം നിങ്ങൾക്ക്. തേർഡ് വൺ ഇസ് എ ടർബുലേറ്റർ. അതില് മൂവിംഗ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോളോ. ദാറ്റ് ഇൻക്ലൂഡ്സ് എ സിലിണ്ടർ വിച്ച് മൂവ്സ് ഡൗൺ ഓവർ എ ഫിക്സഡ് പൊസിഷൻ. Turbulator is an arc control device. We can say that it's an arc control device and has both axial and radial vents. Axial ventilating എന്ന് പറയുന്ന ആ പോർഷൻ that ensures the interruption of low currents, whereas radial ventilating that helps in the interruption of heavy current. Okay. Next is top chamber. Top chamber എന്ന് പറയുന്നത് is a metallic chamber that is mounted on the circuit breaking chamber. Circuit breaking chamberന്റെ മുകളിലാണ് ടോപ്പ് ചേംബർ ഇരിക്കുന്നത്. It provides the expansion space for the oil in the circuit breaking compartment. Circuit breaking compartmentലെ ഓയിലിന് ഒരു എക്സ്പാൻഷൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ടോപ്പ് ചേംബർ ചെയ്യുന്നത്. This top chamber is also provided with a separator which prevents the loss of oil by centrifugal action caused by the circuit breaker operation during fault condition. Okay, so these are the structural point of view ല് നമുക്ക് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ പാർട്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കാം. നോർമൽ കണ്ടീഷനിൽ നമുക്കറിയാം മൂവിംഗ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ റിമെയിൻസ് എൻകേജ്ഡ് വിത്ത് അപ്പർ ഫിക്സഡ് കോണ്ടാക്ട്. എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കാം. സോ മൂവിംഗ് കോണ്ടാക്ട് ഈസ് പുൾ ഡൗൺ ബൈ ദ ട്രിപ്പിംഗ് സ്പ്രിങ്സ് ആൻഡ് അതിന്റെ ഇടയിൽ എന്ത് പറ്റും? ഒരു ആർക്ക് ഉണ്ടാവും. സോ ദിസ് ആർക്ക് എനർജി വിൽ വേപ്പറൈസ് ദ ഓയിൽ ആൻഡ് പ്രൊഡ്യൂസസ് ഗ്യാസസ് അണ്ടർ ഹൈ പ്രഷർ. So this action constrains the oil to pass through the center hole in the moving contact and results in the forcing series of oil through the respective passages of turbulator. Okay. അടുത്ത എന്താ അവിടെ നടക്കുന്നത്? This process of turbulation is orderly one, we can say that. Okay, so in which the sections of the arc that are successively quenched by the effect of the separate streams of oil moving across each section in turn and bearing away its gases. So this is the operation of a low oil circuit breaker. Okay, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? നമുക്കറിയാം ബൾക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ മതി നമുക്ക്.
സ്പേസും അധികം ഒന്നും ആവശ്യമില്ല. റിസ്ക് ഓഫ് ഫയറിന്റെ കേസിലും അധികം റിസ്ക് ഓഫ് ഫയർ ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, മെയിൻ്റെനൻസ് പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആണ്. അതിൽ തന്നെ ലോ ഓയിലും ബൾക്ക് ഓയിലും ഓക്കെ അതിൻ്റെയും ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കി. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.